എല്ലാവർക്കും നമസ്കാരം. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി കേട്ടിട്ടില്ലേ? ഇതാണിപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കാനുള്ളതാണ്. 2019 എന്തൊക്കെയായിരുന്നു ബഹളം, കലാപങ്ങൾ, 42 മരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മോദിജി പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ആളുകളും ഈ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറി വന്ന ആളുകളുടെയും ഒരു കണക്കെടുക്കണം. ഇന്ത്യക്കാരന് അതിൻ്റെതായ ഒരു കാർഡും വിദേശികൾക്ക് അതിൻ്റെതായ ഒരു കാർഡും കൊടുക്കണം. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് മുസ്ലിങ്ങൾക്കിട്ടുള്ള പണിയാണെന്ന് പറഞ്ഞു. കലാപങ്ങൾ, കേരളം മുഴുവൻ മുസ്ലിം സമൂഹത്തെ റോഡിലിറക്കി വൻ പ്രതിഷേധം നടത്തി. പക്ഷെ പൗരത്വ ഭേദഗതി നിയമം അത് പാസ്സായി, അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഈ രാഷ്ട്രത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശുദ്ധീകരണം. ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിലുള്ള പൗരന്മാരും പുറത്തുള്ള ആളുകളും ഏതൊക്കെയാണെന്ന തിരിച്ചറിവില്ലായ്മയാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ 2.5 കോടിയോളം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ്, അതിന്റെ മേലേ വരുള്ളൂ. അപ്പൊ അവിടെയാണ് SIR നടപ്പിലാക്കുന്നത്. SIR നടപ്പിലാക്കുമ്പോഴുള്ള കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ വ്യാജ ആധാർ നമ്പർ, ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂരിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ് കൃത്യമായി തെളിവില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയാത്തത്. 10,000-ഓളം ആളുകൾക്ക്, പ്രത്യേകിച്ച് ബംഗാളികൾ എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശികൾക്ക് അടക്കം അവിടെ പ്ലൈവുഡ് കമ്പനിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താൽക്കാലം അവിടെ ഇവിടെയും കാണിക്കാൻ ഈ ആധാർ മതിയാവും. പക്ഷേ ഒറിജിനൽ ആധാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഐ കോണ്ടാക്ട് എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേരുന്നതാണ് ഒരു ഭാരതീയ പൗരന്റെ ആധാർ എന്ന് പറയുന്നത്. അപ്പൊ SIRൽ ആധാർ നമ്പർ കൂടി വന്നു. അപ്പൊ ആധാറും ഇലക്ഷൻ ID നമ്പറും വന്നു കഴിഞ്ഞു. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്പ് ഉപയോഗിച്ച്, ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതോടുകൂടി കള്ള വോട്ട്, മരിച്ച വോട്ട്, ഇങ്ങനത്തെ പ്രോബ്ലംസിന്റെ പ്രശ്നമേ വരുന്നില്ല. ഒരു രാജ്യത്തിലെ പൗരന്മാർ 146 കോടി, അതിൽ വോട്ടവകാശമുള്ളത് 18 വയസ്സിന് മേലെ ഒരു 90 കോടി ആളുകൾ. 90 കോടി ആളുകൾക്കും വോട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യൻ പൗരനായിരിക്കണം. 2002 കണക്കെന്താ? 2002 ഇന്ത്യൻ പൗരനായിട്ടില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ അടുത്ത കോളം ഉണ്ടല്ലോ, അവിടെ പൂരിപ്പിക്കുമ്പോൾ ഒരു പ്രോബ്ലം വരും. നമ്മുടെ SIR ഫോമിൽ മൂന്നാമത്തെ ഒരു കോളം ഉണ്ട്. അപ്പൊ ആ കോളത്തിൽ പറയുന്നത് 2002 നിങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരാളുടെ വോട്ടർ നമ്പർ അതിൽ എഴുതണം, വോട്ടേഴ്സ് ID നമ്പർ അതിൽ എഴുതണം. അപ്പൊ ഇവിടെ 2002 ശേഷമാണ് ഏറ്റവും കൂടുതൽ അരാജകത്വത്തിലേക്ക് രാജ്യം പോയത്. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് സൂപ്പർ പ്രധാനമന്ത്രി സോണിയ മേഡവും ചിദംബരവും കൂടി രാജ്യം ഭരിച്ച് അഴിമതിയുടെ പടുകുഴിയിലേക്ക് രാജ്യം പതിച്ചു പോയ അപമാനത്തിന്റെ പടുകുഴി. 176 ഭാരതീയരെ പാകിസ്ഥാൻ വന്ന് കൊന്നുപോകുന്നു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പാകിസ്ഥാനോട് ഇനി ക്രിക്കറ്റ് കളിക്കില്ല എന്ന് പറയുന്ന നാണം കെട്ട ഭരണം ഒക്കെയുള്ള സമയത്ത് നുഴഞ്ഞു കയറ്റം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിരുന്നു. അപ്പൊ 2002 വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അവരാരുടെ പേരെ എഴുതുക? 2002 അവർക്ക് ഇന്ത്യൻ പൗരന്മാരല്ല. അതുകൊണ്ടാണ് ഇവർ കൂട്ടത്തോടുകൂടി ഇപ്പം ഭാരതം വിട്ട് ബംഗ്ലാദേശികൾ പോകുന്നത്. അപ്പൊ ഇതാണ് രാഷ്ട്രത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. ഈ ശുദ്ധീകരണം നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമാണ്. അപ്പൊ 90 കോടി ആളുകളുടെ വോട്ടർ പട്ടിക കൃത്യമാവും. 2026 മെയ് മാസത്തോടു കൂടി ഈ രാജ്യത്തിലെ യഥാർത്ഥ പൗരന്മാരാരാണ് എന്ന കൃത്യമായ കണക്ക് നരേന്ദ്രമോദിയുടെ കയ്യിൽ വരും, അമിത്ഷായുടെ കയ്യിൽ വരും. അതിനുശേഷം ഈ രാജ്യത്ത് ആധാറും ID ഒന്നും ഇല്ലാത്ത ആളുകളെ മൊത്തത്തിൽ ജയിലിലടക്കാനാണ് പരിപാടി. അപ്പോൾ അതിനുശേഷവും ഈ രാജ്യത്ത് ഈ പറയുന്ന ബംഗ്ലാദേശി, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി പൗരന്മാരുണ്ടെങ്കിൽ എന്താണോ ഒരു ഇന്ത്യക്കാരൻ സൗദി അറേബ്യയിൽ വിസ ഇല്ലാതെ ജീവിച്ചാലുള്ള അവസ്ഥ, അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ കുറെ ആളുകൾക്ക് കുരു പൊട്ടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനും ലീഗുകാരനൊക്കെ പറയുന്നുണ്ട്. അത് അവന്റെ മതത്തിനോടുള്ള അന്ധമായ അഭിനിവേശം കൊണ്ടാണ്. ഒരു ചൈനക്കാരനെ സംരക്ഷിക്കണമെന്ന് ഇവർ പറയൂല. പക്ഷെ പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും അഫ്ഗാനിസ്ഥാനും ഒക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ സംരക്ഷിക്കണം, രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടണം എന്നൊക്കെ പറയുന്നവരാണ്. അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന ആളുടെ പേര് മാറിപ്പോയി, നരേന്ദ്രമോദി എന്നാണ് പേര്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചാബല്യങ്ങളൊന്നും മോദിക്കില്ല. രാജ്യസുരക്ഷയ്ക്ക് മേലെ ഒന്നും മോദിയുടെ അജണ്ടയിലില്ല. അതുപോലെ കോൺഗ്രസ് ഇന്ന് ലീഗിന്റെ തടവറയിലാണ് കേരളത്തിൽ. ലീഗ് എന്ത് പറയുന്നുവോ അതാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള ഭയമായിരുന്നു ഗാന്ധിക്കും ജിന്നയോടുണ്ടായിരുന്നത്. ഇന്ന്
പാണക്കാട് തങ്ങളെ എത്രമാത്രം വി ഡി സതീശൻ ഭയക്കുന്നുവോ അതുപോലെ ജിന്നയെ ഗാന്ധി ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ജിന്നെ പേടിപ്പിച്ചപ്പോൾ രാജ്യം മുറിച്ചു കൊടുത്തു. രാജ്യം മുറിച്ചു കൊടുത്തതുപോലെ എങ്ങനെ അപകടകരമായിട്ടാണ് 1600 കിലോമീറ്റർ നടുക്ക് ഭാരതത്തെ വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഇടതും വലതും ഭാഗങ്ങൾ മുറിച്ച് പാകിസ്ഥാനും ഇന്ന് കാണുന്ന ബംഗ്ലാദേശും ഉണ്ടായി കൊടുത്തു. ഇത് കൊടുത്താൽ മാത്രമേ രാജ്യത്തിന് സ്വൈരം കിട്ടൂ എന്നാണ് ഗാന്ധി പറഞ്ഞത്. സ്വൈരം കിട്ടിയോ? 78 വർഷമായിട്ട് പാകിസ്ഥാനെ കൊണ്ട് നമുക്ക് സ്വൈരം കിട്ടിയോ? ഓപ്പറേഷൻ സിന്ദൂർ അടക്കം 5 യുദ്ധം നടത്തേണ്ടി വന്നു. എത്ര സൈനികന്മാരുടെ ജീവൻ പൊലിഞ്ഞു. ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു ശതമാനം, 40% ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. പാകിസ്ഥാൻ അയൽരാജ്യമായോ അതുകൊണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രാജ്യത്തെ ശുദ്ധീകരിക്കുക. ഇത് നരേന്ദ്രമോദിയെ ഞങ്ങൾ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് ഈ ക്ഷേമ പെൻഷന്റെ കേസ് പറയാനും കിറ്റ് കൊടുക്കാനും വേണ്ടി മാത്രമൊന്നല്ല. അതൊക്കെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണം. പക്ഷെ ഈ തട്ടിപ്പ് പരിപാടിയിലൂടെ ആളുകളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകളല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ രാഷ്ട്രം സുരക്ഷായിരിക്കണം. കൊട്ടാരം കൊണ്ട് ഒരു വീട് കെട്ടി, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ വിഷപ്പാമ്പുകളാണെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാൻ കഴിയോ? ഇതുപോലെയാണ് ഈ രാജ്യത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. രാജ്യം സുരക്ഷിതമല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ 10-ാം തീയതി ആയിരുന്നു ചാവേർ സ്ഫോടനം നടന്നത് ഡൽഹിയിൽ. അപ്പൊ നമ്മളൊരു ടൗണിലൂടെ നടന്നു പോകുന്നു, കോഴിക്കോട് മിഠായി തെരുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കാറ് പൊട്ടിത്തെറിച്ചാൽ പിന്നെയുള്ള അവസ്ഥ എന്താ? നമുക്ക് പുറത്തിറങ്ങാൻ ഭയമായിരിക്കില്ലേ? അപ്പൊ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ ഈ രാജ്യത്തെ ആഭ്യന്തരമായിട്ട് ശുദ്ധീകരിക്കണം. അപ്പൊ അവിടെ പൗരത്വ ഭേദഗതി നിയമത്തെ നടപ്പിലാക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതിന് മറ്റൊരു രൂപമാണ് SIR. മനസ്സിലാക്കുക. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ ഹിന്ദുക്കളോടോ പ്രത്യേക താല്പര്യമോ പ്രത്യേക വെറുപ്പോ ഒന്നുമില്ല. എല്ലാവരും രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. എല്ലാവർക്കും തുല്യനീതി. നരേന്ദ്രമോദിയുടെ പദ്ധതി നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. 300 പദ്ധതി. നാണംകെട്ട കോൺഗ്രസ്സുകാർ എപ്പോഴും പറയാറുണ്ട് ഇതൊരു മതേതര രാജ്യമാണെന്ന്. എന്നിട്ട് മതം നോക്കിയിട്ടാണ് സ്കോളർഷിപ്പ് കൊടുക്കുക. ഒരു മുസ്ലിം കുട്ടിക്ക് 1200 രൂപ ലംസം ഗ്രാന്റ് കിട്ടും. ഹിന്ദു കുട്ടിക്ക് അത് കിട്ടുമോ? കിട്ടില്ല. അത് നായർ കുട്ടിയോ നമ്പൂരി കുട്ടിയാണെങ്കിലോ കഞ്ഞിവെള്ളം പോലും കൊടുക്കാനുള്ള വകുപ്പില്ല. അപ്പൊ നിങ്ങളും ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടാണ് ക്ലാസ് മുറികൾ പോലും നിശ്ചയിക്കപ്പെടുന്നത്. നരേന്ദ്രമോദിയും RSSും BJP എന്താ പറയുന്നത്? സാമ്പത്തിക സംവരണം. പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കരുത്. പട്ടിണി കിടക്കുന്നവന്റെ ജാതിയും മതവും നോക്കരുത് എന്ന് പറയുന്ന RSSകാരൻ വർഗീയവാദി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൊടുക്കണം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ മതേതരവാദി. വല്ലാത്തൊരു രസകരമായ മതേതരത്വമാണിത്. അപ്പം പിന്നെ സാമ്പത്തിക സംവരണത്തിന് പുറമെ ഏക സിവിൽ കോഡ്, എല്ലാവർക്കും ഒരൊറ്റ നിയമം. ഇപ്പൊ മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്ക് ക്രിമിനൽ കേസിൽ ഇന്ത്യൻ നിയമം മതി. ഇസ്ലാമിക നിയമപ്രകാരം കട്ടവന്റെ കൈകൊത്തണം, വ്യഭിചരിച്ചവനെ ഉടുതുണി കൊണ്ട് വരിഞ്ഞു കെട്ടി കല്ലെറിഞ്ഞു കൊല്ലണം. ഈ നിയമം ഇന്ത്യയിൽ വരട്ടെ. അത് വേണ്ട, അല്ലോ ഇത് ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് കല്യാണ കേസിലും അതുപോലെ സ്വത്തവകാശത്തിന്റെ കേസിലൊക്കെ ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമമായിരിക്കണം. ക്രിമിനൽ കേസിൽ ഏത് നിയമം മതി? ഇന്ത്യൻ നിയമം. ഇത് ഇരട്ടത്താപ്പല്ലേ? ഒന്നുകിൽ എല്ലാത്തിലും നിങ്ങൾ ശരിയത്ത് നിയമം പറയണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം എല്ലാത്തിലും പറയണം. അതാണ് ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരൊറ്റ നിയമം. ഈ നിയമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ മുസ്ലിമിന്റെ കല്യാണം ഗുരുവായൂർ വെച്ച് കഴിക്കലല്ല, മറിച്ച് സ്വത്തവകാശം ആണിനും പെണ്ണിനും തുല്യമായിരിക്കണം. വിവാഹമോചനവും വിവാഹ ജീവനാംശവും അത് ഹിന്ദുവിനും മുസ്ലിമും ക്രിസ്ത്യാനിക്കും ഒക്കെ തുല്യമായിരിക്കണം. അപ്പൊ ഇത് പറയുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മതം കുത്തിക്കയറ്റുവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ രാജ്യം ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. രാജ്യം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ലോക സാമ്പത്തിക മേഖലയിൽ 4-ാം സ്ഥാനത്തേക്ക് ഭാരതം കുതിച്ചു. ഭാരതത്തിൽ ഇന്ന് കാണുന്ന പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന അഴിമതിയില്ലാതെ. ഇപ്പൊ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്തുകൊണ്ടാണ് രാജ്യത്തിന് നികുതി ഇല്ലാഞ്ഞിട്ടാ, രാജ്യം സമ്പത്തില്ലാഞ്ഞിട്ട്? ഒന്നുമല്ല, മൊത്തം അഴിമതിയായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ മൊത്തം എല്ലായിടത്തും നമ്മുടെ ദേവസ്വം ബോർഡ് പോലെയായിരുന്നു കേരളത്തിൽ ഭാരതത്തിന്റെ അവസ്ഥ. ഇപ്പം ദേവസ്വം ബോർഡിൽ വരുന്ന 100 രൂപയിൽ 60 രൂപ വലിക്കും. അതായത് അഴിമതിയിലേക്ക് പോകും. ഇതുപോലെയായിരുന്നു രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ്സുകാർ വീതം വെച്ചെടുത്തു. അതോടുകൂടി രാജ്യം നശിച്ചുപോയി. നരേന്ദ്രമോദി എന്ത് ചെയ്തു? GST കൊണ്ടുവന്നു. നികുതി കുത്തനെ ഭാരതത്തിന്റെ ഖജനാവിൽ വന്ന് നിറഞ്ഞു. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ, റെയിൽവേ സ്റ്റേഷനും റോഡുകളും, നമ്മുടെ നാട്ടിൽ NH66 സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? 6 വരിപ്പാത. ഇതൊക്കെ നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ട് മാത്രമല്ല വന്നത്. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പാത സങ്കല്പിക്കാൻ കഴിയുമോ? ഇപ്പൊ ഞങ്ങളുടെ വടകര റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സിംഗപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പോലെയുണ്ട്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞു. അതുകൂടെ നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ രാജ്യത്തിന്റെ സമ്പത്തിനെ കൃത്യമായിട്ട് രാജ്യത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നരേന്ദ്രമോദിയിൽ ഭാരതത്തിലെ ഭൂരിപക്ഷ ആളുകൾക്ക് വിശ്വാസം. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് പോലും ഇപ്പം നരേന്ദ്രമോദി മതി. ബീഹാർ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ തോൽവി അങ്ങോട്ട് സമ്മതിക്കണം. അല്ലാതെ ചുമ്മാ വേണുഗോപാലന്മാർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾ ആരെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? ഈ കോൺഗ്രസ്സൊക്കെ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ കണ്ടിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് അയാൾക്ക്? ഒരു ഹരിയാനയിലെ
ഒരു വീട്ടിൽ 69 വോട്ടുണ്ട്. 69 വോട്ട് കള്ള വോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പത്രസമ്മേളനം നടത്തി. നമ്മുടെ 24 ചാനലുകാർ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കൂട്ടുകുടുംബ. ഇപ്പൊ അവർ വേർപിരിഞ്ഞ് പോയിട്ടില്ല. ആ വീട്ടിൽ 69 വോട്ടുണ്ട്. ഒരു ആളുകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ ഒരു പ്രതിപക്ഷ നേതാവ്? അപ്പൊ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള, അത് യൂസ്ലെസ്, പ്രയോജനരഹിതമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ രാജ്യത്തിന് ഒന്നും കൊടുക്കാൻ കഴിയാത്തതാണ്. ശശി തരൂരിനെ പോലെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിൽ കിടന്ന് വീർപ്പ് മുട്ടുകയാണ്. അപ്പൊ ആരെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ? ഇന്ത്യ മഹാരാജ്യത്തില് ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലേ, ത്രിപുര, പശ്ചിമ ബംഗാൾ, 9 സംസ്ഥാനങ്ങൾ പ്രബല ശക്തിയായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആഫ്റ്റർ നെഹ്റു EMS എന്നായിരുന്നല്ലോ. രാജ്യസഭയിൽ സുന്ദരയ്യ, ലോക്സഭയിൽ AKG ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? 9 സംസ്ഥാനങ്ങൾ പ്രബല ശക്തി, 3 സംസ്ഥാനങ്ങൾ ഭരിച്ച കക്ഷിയൊക്കെ ആയിരുന്നില്ലേ? എന്താ നിങ്ങളുടെ അവസ്ഥ ഇന്ന്? കേരളം എന്ന ഇട്ടാവട്ടത്ത് നിങ്ങൾ ലോക്സഭയിൽ ഇത്ര നിങ്ങളുടെ MP, നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ടായിരിക്കും നിങ്ങൾ ഈ മഹാസംഭവമാണ് ഭാരത്. നിങ്ങൾക്കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഭാരതത്തിലെ നിയമവ്യവസ്ഥയിലോ ഭാരതത്തിന്റെ ഭരണത്തിലോ നിങ്ങൾക്ക് എന്ത് റോളാ ഉള്ളത്? മാവോയിസ്റ്റുകൾ ഏറെക്കുറെ ഇല്ലാതായില്ലേ? അതൊക്കെ ഇല്ലാതാക്കിയത് ആരാ? നരേന്ദ്രമോദി 10 കൊല്ലം കൊണ്ടല്ലേ. കീഴടങ്ങാൻ പറഞ്ഞു, അല്ലാത്തവരെല്ലാം വെടിവെച്ച് കൊന്നു. രാജ്യശുദ്ധീകരിക്കുക, ആഭ്യന്തര ശുദ്ധി. മാവോയിസ്റ്റുകൾ ഇപ്പം കാല് പിടിക്കുകയാണ്, ഞങ്ങൾക്ക് മാർച്ച് മാസം വരെ സമയം വേണമെന്ന് പറഞ്ഞിട്ട് കീഴടങ്ങാൻ. അതാണ് ശക്തനായ ഒരു പുലി പ്രധാനമന്ത്രിയും സിംഹകുട്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുന്ന രീതി എന്നൊക്കെ പറയുന്നില്ല നമ്മൾ. അതുപോലെയാണ് രാജ്യത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ രാജ്യം അതിന്റെ ഉന്നതിയിലേക്കും ശുദ്ധിയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊപ്പം കേരളവും സഞ്ചരിക്കണം. അതുകൊണ്ട് കേരളത്തില് അയ്യപ്പന്റെ പൊന്ന് ചെമ്പാകാതെ നോക്കേണ്ടത് ഹിന്ദുക്കളുടെ കടമയാണ്. വോട്ട് താമര ചെയ്തു കൊടുക്കണം. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നമ്മളിവിടെ കേരളം പിടിക്കണം ക്രിസ്ത്യാനികളുമായിട്ട് ചേർന്നിട്ട്. എന്നിട്ട് ഇവരെ അധികാരത്തിൽ അകറ്റണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പത്മമോഹൻ അറസ്റ്റ് ചെയ്ത്, വാസുവിനെ അറസ്റ്റ് ചെയ്ത്. അപ്പൊ ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ സമര നേതാക്കന്മാരായിരുന്നില്ലേ? ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി വിജയനായി മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അപ്പൊ പിണറായി വിജയന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല, ഇവരെ അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്തത് കോടതിയാണ്. ഹൈക്കോടതി നേരിട്ടാണ് ഈ കേസ് നടക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്താൽ പറയും ഞങ്ങളുടെ മന്ത്രിയാണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതൊക്കെ വീരവാദങ്ങളാണ്, നിങ്ങൾക്ക് അതിൽ റോളില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അമ്പല കമ്മിറ്റിയിൽ കയറി കൂടി അവിടെ ദേവസ്വം ബോർഡിന്റെ മൊത്തം പണം ഭഗവാന്റെ സ്വർണ്ണാണ് അടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡിനെ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഹിന്ദുവിന്റെ കീഴിൽ വരണം, വിശ്വാസിയുടെ കീഴിൽ വരണം. അതിനെന്ത് ചെയ്യണം? താമരച്ചിഹ്നൊക്കെ വോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ MLA നമ്മൾ തിരഞ്ഞെടുക്കണം. കേരളത്തിൽ നിയമസഭയിൽ 72 ഹിന്ദു MLA മാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കേരളം ഭരിക്കാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷി അല്ലേ ഹിന്ദുവിന്റെ പാർട്ടിയായിട്ട് ഇപ്പം നമ്മുടെ നിലവിലുള്ളത്. നമ്മൾ കേരളത്തിലെ പ്രമുഖ കക്ഷികൾ ആരാ? കോൺഗ്രസ്, ലീഗ്, CPM, BJP ആണ് ഏറ്റവും വലിയ. CPI ഒക്കെ വളരെ ചെറിയ കക്ഷിയാണ്, കൂടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കുക നിങ്ങൾ, നമ്മൾ അരുവാ ചുറ്റിയ നക്ഷത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പൻ രക്ഷപ്പെടുവോ? ഇല്ല. കൈപ്പത്തി കൊടുത്താലോ? ഈ നിയമങ്ങൾ മൊത്തം ഉണ്ടാക്കിയ കോൺഗ്രസ്സാ. അവർക്ക് കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഹിന്ദുവിനെ ചതിച്ചതും കോൺഗ്രസ്സാ. കാരണം ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിൽ വന്ധ്യകരണം വിധേയമാക്കി ഹിന്ദുക്കളെ. എന്നിട്ട് അവർക്ക് 1000 രൂപ അന്ന് പൈസയും കൊടുത്തു. ഒരൊറ്റ മുസ്ലിമിനെ അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. 2006 വീണ്ടും നിയമം വന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർ 2 കുട്ടികൾ പ്രസവം നിർത്തി കഴിഞ്ഞാൽ 500 രൂപ ഗ്രാൻഡ് കിട്ടുമെന്നുമായിട്ട്. അപ്പോൾ നാണം കെട്ട ഹിന്ദുക്കളെല്ലാം പ്രസവം നിർത്തി, ഒരൊറ്റ മുസൽമാൻ അത് തൊട്ടില്ല. അപ്പോൾ നമ്മുടെ ജനസംഖ്യ ഓർക്കുവാനും നമ്മുടെ സമാജത്തെ ഇല്ലാതാക്കുവാനും പരിശ്രമിക്കുന്ന നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ കോൺഗ്രസ്സാണ്. ഇത് തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ അപകടകരമാണ് കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾ ഈ തിരിച്ചറിവോടുകൂടി വോട്ട് ചെയ്യണം. BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം, പക്ഷേ ഈ രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലും അല്ലാതെ മറ്റൊരു ബദൽ നിങ്ങൾ കാണിച്ചോളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിന് വോട്ട് ചെയ്തോളൂ. ഹിന്ദു സമൂഹത്തിന്റെ രക്ഷക്കും അമ്പലങ്ങളുടെ പൊന്നുകൾ ചെമ്പാകാതിരിക്കുവാനും ഹിന്ദു സമൂഹത്തിലെ അങ്ങേറ്റ് അവഹേളിക്കുന്നു. ശബരിമലയിൽ കനകദുർഗയും ബിന്ദുവിനെയും കയറ്റിയ അരുവാ ചുറ്റിയൊക്കെ വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുവായിട്ട് അഭിമാനത്തോടുകൂടി നാളെയും ജീവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ ബുദ്ധിമുട്ടും. കാരണം നമ്മൾ സംഘടിതമായിട്ട് നിന്നില്ല എങ്കിൽ, കാരണം വർദ്ധിച്ച ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കല്യാണം, പരമാവധി കുട്ടികൾ. അള്ളാഹു ഒരിക്കലും കുട്ടികളുടെ ജന്മത്തെ തടയാൻ പാടില്ല എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഹിന്ദു ജനസംഖ്യ കുറയുന്നു. പിന്നെ നമ്മുടെ ജ്യോതിഷികൾ 7 ചൊവ്വ കൊണ്ട് ഒരുപാട് ആൾ കല്യാണം മുടക്കുന്നു. 5 ലക്ഷത്തോളം ഹിന്ദു പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ ഉണ്ട്. 7 ചൊവ്വ കൊണ്ടാണ്. അപ്പോൾ ഒരു ചൊവ്വ ഇത്രയും 10 ലക്ഷം കുട്ടികളുടെ ജന്മത്തിന് തടസ്സമാണ്. ഇതൊന്നും നമ്മുടെ ജ്യോതിഷികളെങ്കിലും പരിഹാരമില്ല. പ്രശ്നം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഹിന്ദുവിനെ അധപ്പതിപ്പിക്കാം എന്ന് നോക്കുന്ന ഒരു വിഭാഗം ജ്യോത്സ്യന്മാർ, എല്ലാവരും ചേർന്ന് ഹിന്ദുവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രബോധമില്ലാത്ത അന്ധവിശ്വാസിയായ ഹിന്ദുക്കൾ ജാതകം മാത്രം വിശ്വസിക്കും. പക്ഷേ അവന് നക്ഷത്ര വൃക്ഷേതാണെന്ന് അറിയില്ല, നക്ഷത്ര പക്ഷിയും അറിയില്ല, നക്ഷത്ര മൃഗവും അറിയില്ല. പിന്നെ ഭാരതാംബയോടുള്ള അവന്റെ പ്രതിബദ്ധത എന്താണെന്ന് അറിയില്ല, എന്താണ് വേദങ്ങൾ ഉപനിഷത്തുകൾ എന്നറിയില്ല.
ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല, വിഗ്രഹാരാധന എന്താണെന്നറിയില്ല, ആകെ അറിയാം എന്നെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടാ, 7 ചൊവ്വയാണെന്ന്. ഇങ്ങനെയുള്ള ഹിന്ദുക്കൾ ചേർന്ന് ഹിന്ദു സമൂഹത്തെയും നശിപ്പിക്കുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ശാസ്ത്രബോധമുള്ള ഹിന്ദു സമൂഹത്തെ ഒരു ഭാഗത്ത് സൃഷ്ടിക്കണം, സംഘടിത സമൂഹത്തിനുള്ള ഹിന്ദുവിനെ സൃഷ്ടിക്കാൻ കഴിയണം, അധികാരം കേരളത്തിൽ നമ്മളായിട്ട് പിടിക്കുകയും വേണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതിനു വേണ്ടിയുള്ളതാണ് ഈ 2 തെരഞ്ഞെടുപ്പും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമ്മൾ ചിന്തയോടുകൂടി വോട്ട് ചെയ്യുക. നമസ്തേ.